പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ലളിച്ച ഇന്നലെ കീഴടങ്ങിയതോടെ അന്വേഷണം കൂടുതൽ ശക്തമാക്കുകയാണ് ഡൽഹി പോലീസ്. ലളിച്ചയെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, സംഭവത്തിന് പിന്നാലെ ഇയാൾക്ക് മറ്റ് സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുകയാണ്. പ്രതിഷേധത്തിന് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് പോലീസ് പറയുന്ന കേസിൽ സാമ്പത്തിക ഇടപാട് അടക്കം അന്വേഷണ പരിധിയിലുണ്ട്. കസ്റ്റഡിയിൽ ലഭിച്ച സാഗർ ശർമ്മ, മനോരഞ്ജൻ, അമോൽ ഷിൻഡെ, നീലം എന്നിവരെയും അന്വേഷണ സംഘം ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. പ്രതികൾ താമസിച്ച് ഗൂഢാലോചന നടത്തിയ ഗുരുഗ്രാമിലെ വീടിന്റെ ഉടമ വിക്കി ശർമ്മയെയും ഭാര്യയെയും പോലീസ് ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. ആക്രമണത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലളിച്ചയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം മുന്നോട്ട് പോകും. ലളിച്ചയുടെ നിർദ്ദേശപ്രകാരമാണ് പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനമായ ഡിസംബർ 13-ന് ആക്രമണം നടത്താൻ തീരുമാനിച്ചതെന്നായിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതും ലളിച്ചയാണ്. കൊൽക്കത്തയിൽ താമസിക്കുന്ന ലളിച്ച അധ്യാപകനാണ്. ഭഗത് സിംഗിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി ലളിത് രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. കൂടിക്കാഴ്ചയിൽ 6 പേരും പാർലമെന്റിനുള്ളിൽ കയറാനാണ് പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ 2 പേർക്ക് മാത്രമായിരുന്നു പാസ് ലഭിച്ചത്. പാർലമെന്റ് ആക്രമണത്തിന്റെ 22ാം വാർഷിക ദിനമായ ബുധനാഴ്ചയായിരുന്നു ലോക്സഭയിൽ ആക്രമണം നടക്കുന്നത്. അതീവ സുരക്ഷാ സന്നാഹങ്ങൾ മറികടന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കയറിയ ഇവർ സഭയിലെ സന്ദർശക ഗാലറിയിൽ നിന്ന് സഭയുടെ തളത്തിലേക്ക് ചാടി മുദ്രാവാക്യം വിളിക്കുകയും നിറമുള്ള സ്മോക്ക് കാനിസ്റ്ററുകൾ തുറന്ന് എറിയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ എംപിമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഇവരെ കീഴടക്കി. BJPയുടെ മൈസൂരുവിൽ നിന്നുള്ള ലോക്സഭാംഗം പ്രതാപ് സിൻഹയുടെ ശുപാർശയിലായിരുന്നു സംഘം സന്ദർശക ഗാലറിയിലേക്ക് കയറിപ്പറ്റിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെ നടന്ന സംഭവത്തിന് തൊട്ടു മുൻപ് പാർലമെന്റ് ഗേറ്റിന് പുറത്ത് സ്മോക്ക് കാനിസ്റ്ററുകൾ കത്തിച്ച് മുദ്രാവാക്യം വിളിച്ച ഹരിയാന ജിന്ദ് സ്വദേശിനി നീലം ദേവി, മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിൻഡെ എന്നിവരെയും പോലീസ് പിടികൂടിയിരുന്നു. അതേസമയം കേന്ദ്ര സർക്കാർ തീർത്തും പ്രതിരോധത്തിലായതോടെ തൃണമൂൽ കോൺഗ്രസിനെതിരെ ആരോപണങ്ങളുമായി BJPയും രംഗത്ത് വന്നു. ലളിച്ചയ്ക്ക് തൃണമൂൽ ബന്ധമെന്നാണ് ബംഗാൾ BJP ആരോപിച്ചിരിക്കുന്നത്. തൃണമൂൽ നേതാവ് തപസ് റോയിയുമായുള്ള ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ ആരോപണം. ഭഗത് സിംഗിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായാണ് കൃത്യം നടത്തിയത് എന്ന് പറയുമ്പോഴും പഴുതടച്ച സുരക്ഷയിലൂടെ ഇന്ത്യൻ ഗവൺമെന്റ് കാത്തുസൂക്ഷിച്ച പാർലമെന്റ് സെക്യൂരിറ്റി എല്ലാം ഭേദിച്ച് ഇത്രയും സാഹസം നിറഞ്ഞ ഒരു പ്രതിഷേധം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന സംശയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിക്കുന്നത്. സ്വന്തം ജീവനെയും ജീവിതത്തെ തന്നെയും ബാധിച്ചേക്കാവുന്ന ഒരു വലിയ തെറ്റാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും സംഘം പാർലമെന്റിൽ കടന്നു കയറിയതിന്റെ ഉദ്ദേശം മറ്റെന്തുവാണെന്ന സംശയത്തിൽ തന്നെയാണ് ഡൽഹി പോലീസ്.